ഹായ് മക്കളെ, എനിക്കിപ്പോൾ 35 വയസ്സായി. 2008 ഞാൻ +2 പഠിച്ചിറങ്ങുമ്പോൾ എനിക്ക് കരിയറിനെ കുറിച്ച് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല. എൻ്റെ മനസ്സിൽ ഒറ്റ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ, JEE ആണ്. പക്ഷേ JEE ക്ലിയർ ചെയ്ത് NIT എത്തിയതിന് ശേഷം അത്യാവശ്യം നല്ല കോളേജിൽ പഠിക്കുന്നതുകൊണ്ട് തന്നെ കുടുംബത്തിലെ നാട്ടിലേക്ക് ഒരുപാട് ആൾക്കാരെ കരിയറിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ ഗൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എജ്യൂപോർട്ട് തുടങ്ങിയതിന് ശേഷം ഈ ഒരു ഗൈഡൻസ് എന്താണ് കുറച്ചും കൂടെ ലാർജ് സ്കെയിലായിരുന്നു. ഒരുപാട് കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ചിലതൊക്കെ എന്താണ് നല്ല വിജയമായിട്ടുണ്ട്, ചിലത് വിജയമായിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇപ്പം എത്ര 2008 എന്ന് പറഞ്ഞാൽ 17 വർഷത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാനിപ്പോൾ ഒരു 17 വയസ്സുകാരനാണ്. നിങ്ങളെപ്പോലെ +2 പഠിക്കുകയാണെങ്കിൽ ഏത് കരിയർ അല്ലെ +2ന് ശേഷം ഏത് കോഴ്സ് ചൂസ് ചെയ്യണം എന്നുള്ളത് എങ്ങനെയാണ് ഞാൻ തീരുമാനിക്കുക എന്നുള്ളത് പറഞ്ഞുതരാണ്. ഒരു 5-6 പോയിന്റ്സാണ് എനിക്ക് പറയുന്നത്. വളരെ വാല്യുബിൾ ആയിരിക്കും. നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാം. പിന്നെ ഈ ഒരു വീഡിയോ ഇതുവരെ ഞാൻ ചെയ്യുന്നതിൽ നിന്ന് കുറച്ച് ഡിഫറൻ്റ് ആണ്. കാരണം ഞാനിപ്പോൾ നാട്ടിലില്ല, ദുബായിലാണ്. പക്ഷേ ഇത് എനിക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ നല്ലതാണെങ്കിൽ അവസാനം വരെ കണ്ടിട്ട് നിങ്ങൾ സാർ എങ്ങനെയായാലും മതി എന്ന് പറയുകയാണെങ്കിൽ കുറച്ചും കൂടെ വീഡിയോസ് ഫ്രീക്വൻ്റ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ തുടങ്ങാം. ഒരു 5-6 പോയിന്റാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത്. ഏറ്റവും ആദ്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാനിപ്പോൾ +2 ആണെങ്കിൽ ഏത് കോഴ്സ് ചൂസ് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനൊക്കെ നല്ലോണമുണ്ട്, ടെൻഷൻ ഉണ്ട്. ഇനി ആകെ 3 മാസം കൂടി ഉള്ളെങ്കിലൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുക നന്നായി പഠിക്കുക, +2ൽ നല്ല മാർക്ക് വാങ്ങുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ +2 മാർക്ക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ മണി വിച്ച് വി മേക്ക് ഇൻ അവർ ലൈഫ്. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പൈസയായിട്ട് നമ്മുടെ +2 മാർക്കിന് നല്ല ബന്ധമുണ്ട്. ഞാൻ പറഞ്ഞുതരാം. അത് നമുക്ക് ടോപ്പ് കോഴ്സ് എടുക്കാം. അതായത് നിങ്ങളിപ്പോൾ +2 കഴിഞ്ഞിട്ട് നീറ്റോ JEEക്കോ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചാണെങ്കിൽ ഇനി അങ്ങോട്ട് നിങ്ങൾ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഓൺ ട്രാക്കിലേക്കായിരിക്കും. നിങ്ങൾക്ക് നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടും. അതായത് NITയിൽ സിവിൽ എഞ്ചിനീയറിംഗ് കിട്ടുന്നതിന് പകരം ചിലപ്പോൾ ഇപ്പം മുതലേ നിങ്ങൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ വേറൊന്നുമില്ല, ആ ഹാബിറ്റ് നിങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ്. NIT കമ്പ്യൂട്ടർ സയൻസ് കിട്ടും. അല്ലെങ്കിൽ NIT കിട്ടേണ്ട നിങ്ങൾക്ക് ഒരു പക്ഷേ IIT മദ്രാസ് കിട്ടായിരിക്കും. ഡെഫിനറ്റ്ലി. അതേപോലെ തന്നെ നീറ്റിൻ്റെ കേസിലും നല്ല റവന്യൂ, ലൈഫിൽ എന്തായിരിക്കും ഒരുപാട് പൈസ വ്യത്യാസം അതുണ്ടാക്കും അല്ലേ. ഇനി അതല്ല, ഞാൻ കോമ്പറ്റീറ്റീവ് എക്സാം ഒന്നും പോകുന്നില്ല, ഞാൻ BSc ഫിസിക്സ് അല്ലെ BCom പഠിക്കാൻ പോകുന്ന വെച്ചോ. BComന് നിങ്ങൾ ഇങ്ങനെ പോയാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു +2 മാർക്ക് ഉണ്ട്. അതിന് ചിലപ്പോൾ നിങ്ങൾ വീടിൻ്റെ അടുത്തുള്ളൊരു കോളേജാണ് നിങ്ങൾക്ക് കിട്ടുന്നെങ്കിൽ നന്നായി പഠിച്ചാൽ നിങ്ങളുടെ +2 മാർക്ക് വെച്ചുകൊണ്ട് കേരളത്തിലെ ബെസ്റ്റ് കോളേജിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഫറൂഖ് കോളേജോ മഹാരാജാസ് കോളേജോ ദേവഗിരിയൊക്കെ അവിടെ പഠിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നിങ്ങൾ BCom ആണ് പഠിക്കുന്നത്, അല്ല BSc ഫിസിക്സ് ആണെങ്കിലും നിങ്ങൾക്ക് പഠിച്ചിറങ്ങിയതിന് ശേഷം കിട്ടുന്ന ജോലിയിൽ എന്തുണ്ടാവും, എന്തായാലും സാലറി വ്യത്യാസം ഉണ്ടാവും, അല്ലെ പെട്ടെന്ന് ജോലി കിട്ടും. അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് അത് കിട്ടും. ഇനി അതൊന്നുമല്ല, ഞാൻ എന്ത് ചെയ്യാണ്, ഞാനിങ്ങനെ മെറിറ്റ് ബേസ്ഡേ അല്ല പോകുന്നത്. ഞാൻ ഫീസ് കൊടുത്തിട്ട് ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ കൂടെ നിങ്ങൾ ഏത് കോഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് +2ൽ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ അവർ സ്കോളർഷിപ്പ് തരും. അതെന്തുകൊണ്ടാണെന്ന് കൂടെ ഞാൻ പറഞ്ഞു തരട്ടെ. അതായത് ഇങ്ങനത്തെ ഒരുപാട് സ്ഥാപനങ്ങൾ ഞങ്ങളെ സമീപിക്കാറുണ്ട്. എജ്യൂപോർട്ട് നിങ്ങളെ കുട്ടികൾക്ക് ഞങ്ങൾ റെഫർ ചെയ്യുമോ, ഞങ്ങൾക്ക് നല്ല പഠിക്കുന്ന കുട്ടികൾ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് ഫീസ് കിട്ടിയപ്പോൾ എന്തിനാ പഠിക്കുന്ന കുട്ടികളെന്ന് ചോദിക്കുമ്പോൾ മിക്കവാറും കേസിൽ ഈ കോളേജുകളൊക്കെ അല്ലെങ്കിൽ ഈ കോഴ്സുകളൊക്കെ അവരെന്താണ് പ്ലേസ്മെൻ്റ് ഒക്കെ ഓഫർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, അവർ നിങ്ങളോട് മാർക്കറ്റ് ചെയ്യുക. അപ്പം നല്ല കുട്ടികളാണെങ്കിലാണ് അവർക്ക് പ്ലേസ്മെൻറ്റ് കിട്ടുക. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ 90% മുകളിലൊക്കെ ആണെങ്കിൽ ഞങ്ങൾ വേണേൽ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുക. കാരണം 3 കൊല്ലം കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഒരു ജോലി നമുക്ക് കൊടുക്കാൻ പറ്റും. അത് വെച്ചിട്ട് നമുക്ക് വീണ്ടും മാർക്കറ്റ് ചെയ്യാം. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, നിങ്ങൾ +2 നന്നായി പഠിക്കുക എന്നുള്ളതാണ്. മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ജനുവരി ആയിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് ഇനിയും 2-3 മാസം കൂടെ ഓൾമോസ്റ്റ് നിങ്ങളുടെ മുന്നിൽ സമയമുണ്ട്. 2-3 മാസം ഉണ്ടോ? ജനുവരി, ഫെബ്രുവരി, 3 മാസം കൂടെ സമയമുണ്ട്. നിങ്ങൾ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടും ഏത് കരിയറിലേക്ക് പോകുകയാണെങ്കിലും നിങ്ങൾക്ക് ബെറ്റർ ആയിരിക്കും. അതാണ് പോയിന്റ് നമ്പർ 1. ഇനി പോയിന്റ് നമ്പർ 2 എന്ന് പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു കോഴ്സിന് പഠിക്കാൻ എൻ്റർ ചെയ്യാൻ അല്ലെ കോഴ്സ് പഠിക്കാൻ എത്രത്തോളം ഡിഫിക്കൽട്ടാണോ അത്രത്തോളം നിങ്ങൾക്ക് എന്തായിരിക്കും, നിങ്ങളുടെ ജോബ് ഗ്യാരണ്ടീഡ് ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു +2 കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയുന്ന ഡിഫിക്കൽട്ട് കോഴ്സുകൾ ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞുതരാം. ചിലപ്പോൾ അതെന്തുണ്ടാവും, ഒന്ന് CA ഉണ്ടാവും, അല്ലെങ്കിൽ നീറ്റ് എഴുതി MBBS കയറുന്നുണ്ടാവും, അല്ലെ JEE എഴുതുന്ന 3 കോഴ്സ് അല്ലേ, ശരിയല്ലേ? ഈ 3 കോഴ്സിനാണ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാലറി ഇപ്പോൾ കറൻ്റ്ലി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എത്രത്തോളം, അതായത് ഇത് ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഇപ്പോൾ കുറേ കുട്ടികളുണ്ട്, നല്ല കഴിവുണ്ട്, ഒരു വർഷം റിപ്പീറ്റ് ചെയ്താൽ എന്തായിരിക്കും നീറ്റ് കിട്ടും, അല്ലെ JEE കിട്ടും, അല്ലെ CA പോയി കഴിഞ്ഞാൽ എന്തായാലും ക്വാളിഫൈ ചെയ്യും. പക്ഷേ എഫേർട്ട് എടുക്കാൻ മടിയാണ്, അല്ല ഒരു വർഷം കഴിഞ്ഞാൽ കിട്ടിയില്ലെങ്കിലോ എന്നൊക്കെ പേടിച്ചിട്ട് മാറി നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം നിങ്ങളത് ഒരു കാരണവശാലും എന്ത് ചെയ്ത് ചെയ്യരുത്. കാരണം എങ്ങനെ നോക്കുകയാണെങ്കിലും നിങ്ങൾ ഈ കോഴ്സിന് പോയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാഫ് ഇങ്ങനെയാണെങ്കിൽ ഈ കോഴ്സിന് പോയാൽ നിങ്ങളുടെ ഗ്രാഫ് എന്തായിരിക്കും, ഈ മോഡലാണ്. അപ്പോൾ ഓരോ പോയിന്റിലും ആ ഗ്യാപ്പ് ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കും. ഞാൻ എന്തുകൊണ്ടാണ് ഈ കോഴ്സിന് ഇത്രയും ഡിമാൻഡ്, നീറ്റിന് ഇത്രയും ഡിമാൻഡ്, JEEക്ക് ഇത്രയും ഡിമാൻഡ്, CA പഠിക്കാൻ ഇത്ര ആൾക്കാർ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ആൻസർ തന്നെയാണ്. അതായത് ബെറ്റർ ജോബ്
ഓപ്പർച്യൂണിറ്റി, ബെറ്റർ സാലറി, ബെറ്റർ ജോബ് ഗ്യാരണ്ടി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കഴിവുണ്ട് എന്നാണെങ്കിൽ ഡെഫിനറ്റ്ലി, അതായത് CA ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും ആവാൻ പറ്റും, അല്ലെങ്കിൽ നീറ്റ് റിപ്പീറ്റ് ചെയ്താൽ എനിക്ക് MBBS കിട്ടും, JEE ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളത് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറയാൻ കാരണം നിങ്ങളുടെ ലൈഫ് 2 ലെവലിലേക്ക് എത്തും. ഓക്കെ, പല എക്സാമ്പിൾസും ഞാൻ പറഞ്ഞു. ഇപ്പോൾ NIT കാലിക്കറ്റിൽ തന്നെ ഈ വർഷത്തെ പ്ലേസ്മെൻറ്റ് 60 ലക്ഷം രൂപ 60 LPA ആണ് എന്ത് ചെയ്ത് ഇപ്പോൾ കറൻ്റ്ലി ഹയസ്റ്റ് പ്ലേസ്മെൻറ്റ് മീഷോ കൊടുത്തത്. അതായത് മാസം ഏകദേശം 5 ലക്ഷം രൂപ അപ്രോക്സിമേറ്റ്ലി. NIT പഠിച്ച് ഒരു വർഷം റിപ്പീറ്റ് ചെയ്യാൻ എടുത്ത റിസ്ക് മാത്രമാണ് എന്ത് ചെയ്തുള്ളത് അവർ ചെയ്തിട്ടുള്ളത്. ഇത് IIT-യിലാണെങ്കിൽ അത് 4.3 CR ഒക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പം ലൈഫിൽ വൻ ഡിഫറൻസ് ഇതുണ്ടാക്കും. അതാണ് രണ്ടാമതായിട്ട് പറയാനുള്ളത്. അതായത് ബുദ്ധിമുട്ടാണ്, റിസ്ക് ആണെന്ന് കരുതി നിങ്ങൾ മാറി നിൽക്കരുത്. കാരണം എന്താ വെച്ചാൽ ഇപ്പം റിസ്ക് കഴിഞ്ഞ് മാറി നിന്ന് നിങ്ങൾ വല്ല BSc ഫിസിക്സോ BCom BBA എടുത്തു കഴിഞ്ഞാൽ അവസാനം നിങ്ങൾ ഒരു PSC എക്സാമിൻ്റെ മുന്നിലേക്ക് ഇതിനേക്കാൾ എത്രയോ കോമ്പറ്റീഷനുള്ള 3, 4, 5 വർഷമൊക്കെ നിങ്ങളെ കസിൻസും നിങ്ങളെ പരിചയക്കാരൻ ഇതിൻ്റെ പുറകെ പോകുന്നുണ്ടാവും. അപ്പോൾ അതിനേക്കാൾ നല്ലത് ഇപ്പോൾ ഒരു വർഷം നിങ്ങൾ റിസ്ക് എടുക്കുന്നതായിരിക്കും. ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇനി അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് എനി പോയിന്റ്, ഏത് പോയിന്റിലാണെങ്കിലും മോസ്റ്റ് ഓഫ് ദ കേസിൽ കോളേജുകളായിരിക്കും കോഴ്സിനേക്കാൾ ബെറ്റർ. കോളേജ് വിൽ ബി ബെറ്റർ. അതായത് ഇതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽസ് ആണ് എന്താ വെച്ചാൽ, നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞിട്ട് ജോലിക്ക് കയറാനല്ലേ മോസ്റ്റ്ലി നിങ്ങൾ നോക്കുക. നീറ്റ് എഴുതി, JEE എഴുതി, അപ്പോഴൊക്കെ ഏത് കോഴ്സിനേക്കാളും ഏത് കോളേജ് പഠിച്ചെന്നാണ് എംപ്ലോയേഴ്സ് നോക്കുക. അതേ സ്ഥാനത്ത് നിങ്ങളൊക്കെ ഞാൻ ഇനി MBA എടുക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ എവിടെ പഠിച്ചാലും കുഴപ്പമില്ല, MBA എന്ത് ചെയ്താൽ മതി, ഒരു IIM പഠിച്ചാൽ മതി. അപ്പോൾ ആ ലെവലിൽ നിങ്ങൾ ജോലിക്ക് തൊട്ട് മുന്നേ ഉള്ള കോഴ്സിനേക്കാളും കൂടുതൽ എന്താണ് നമ്മൾ കോളേജാണ് നോക്കുക. ഇവിടെ പക്ഷേ നിങ്ങൾ ഒരു കാര്യം ഉണ്ട് കേട്ടോ, ഞാൻ MBBS പഠിക്കണോ NIT-യിൽ അല്ലെ IIT-യിൽ പഠിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കമ്പയർ ചെയ്യുന്നില്ല. അത് ഇപ്പം NIT-യിൽ സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കണോ, CET-യിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NIT ആണ്. ആ ഒരു രീതിയിലാണ് പറയുന്നത്. ഏത് പോയിന്റിലും കോളേജിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇവിടെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസുകാരോട് CUET-യെ കുറിച്ച് ഒന്നും കൂടെ ഞാൻ പറയാൻ കാരണം നിങ്ങൾ പഠിക്കുന്ന കോഴ്സ്, നിങ്ങൾ എന്താ പറയുക, BA ഹിസ്റ്ററി ആയിക്കോട്ടെ, അല്ലെങ്കിൽ BA പൊളിറ്റിക്കൽ സയൻസ് ആയിക്കോട്ടെ, BCom ആയിക്കോട്ടെ, ഇനി സയൻസുകാരാണ് BSc കെമിസ്ട്രിയോ BSc സൈക്കോളജിയോ BSc കമ്പ്യൂട്ടർ സയൻസോ എന്ത് പഠിക്കുകയാണെങ്കിലും നിങ്ങൾ വീടിൻ്റെ അടുത്തുനിന്ന് കോളേജിൽ നിന്നും കേരളത്തിലെ ബെസ്റ്റ് കോളേജിൽ നിന്നും പഠിക്കാം. പക്ഷെ അതിനേക്കാളും അടിപൊളിയായിരിക്കും സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിക്കുന്നത്. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നിങ്ങൾ CUET എഴുതാതെ ഇരിക്കരുത്. ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ നിന്ന് വിടുമോ ഇല്ലോ എന്നുള്ളതൊക്കെ സെക്കൻഡറി ആണ്. CUET-ക്ക് +2-ലെ പോർഷൻസ് മാത്രമേ ഉള്ളൂ. മെയ്യിലാണ് എക്സാം. മാർച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. എഡ്യൂപോർട്ടൊക്കെ ക്രാഷ് കോഴ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. സോ CUET ഒരു കാരണവശാലും നിങ്ങൾ മിസ്സാക്കരുത്. പിന്നെ അടുത്തതായിട്ടുള്ളതെന്ന് വെച്ചാൽ, ഒരുപാട് കുട്ടികൾക്ക് ഉള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് എന്ത്, ഏത് കോഴ്സ് ചൂസ് ചെയ്യാമെന്ന് അറിയില്ല എന്നുള്ളത്. അപ്പോൾ ഒരു കോഴ്സും ചൂസ് ചെയ്യാൻ എനിക്ക് പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നും ഇല്ല എന്നാണെങ്കിൽ ഇപ്പോൾ ഒരു ട്രെൻഡാണ് ഈ വെറൈറ്റി കോഴ്സുകളിലേക്ക് പോവുക. അത് ഇതുവരെ നമ്മൾ കേൾക്കാത്ത ഇൻസ്ട്രുമെൻറ്റേഷൻ, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് വിത്ത് ലോജിസ്റ്റിക്സ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കോഴ്സുകൾ ഉണ്ടാവും കേട്ടോ. അപ്പം അതിനേക്കാളും ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുക ലെഗസി കോഴ്സസ് ആയിട്ടുള്ള BTech-ഓ അല്ലെങ്കിൽ BSc നഴ്സിങ്ങോ അല്ലെങ്കിൽ എന്താ പറയുക BSc ഫിസിക്സോ അല്ലെങ്കിൽ BCom അങ്ങനത്തെ സാധനങ്ങളാണ്. കാരണം അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് പോകുന്നതിന് എനിക്കൊരു പ്രശ്നമില്ല. പക്ഷേ പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ലെങ്കിൽ നിങ്ങൾ ഈ ലെഗസി കോഴ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാവരും ഉള്ളൂ. അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞു. ഇപ്പം എഡ്യൂപോർട്ടൽ കേസിൽ തന്നെ എന്താ പറയുക, നമുക്ക് എന്തുണ്ട്, ഒരു വേക്കൻസി ഉണ്ട്, ഏതെങ്കിലും ഡിഗ്രി പഠിച്ച ഒരാൾ മതി. ഓക്കെ, അപ്പോൾ എൻ്റെ അടുത്ത് എന്ത് ചെയ്യണം, ഒരു BCom പഠിച്ച ആൾ വന്നു, ഒരു പിന്നെ എന്താ പറയുക ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചു. അപ്പോൾ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ അതൊരു സ്പെഷ്യലൈസ്ഡ് കോഴ്സാണ്, അവന് കാര്യമായിട്ട് വേറൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളൊരു ചിന്ത ഞങ്ങളെ മനസ്സിൽ. ഞാനൊക്കെ എപ്പോഴും BCom കുറച്ചും കൂടെ ബ്രോഡർ ആയിട്ടുള്ള സാധനം, അല്ലെ BTech വന്നാൽ അതിനാണ് പ്രിഫറൻസ് കൊടുക്കുക. എനിക്ക് അതേ സ്ഥാനത്ത് ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് ജോലി കിട്ടുകയാണെങ്കിൽ ആ സാധനമായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് എന്തായിരിക്കും, ആ കുറച്ച് ഏരിയയിലേക്ക് മാത്രം പറയും. കാരണം ഞങ്ങളുടെ അടുത്തൊക്കെ ഒരുപാട് CVs ഒക്കെ വരാണ് ഈ ലോജിസ്റ്റിക്സ് പഠിച്ച ആൾക്കാർ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ച ആൾക്കാർ, ചില ആൾക്കാർ ഈ മെഡിക്കൽ കോഡിംഗ് ഒക്കെയാണ് പഠിക്കുക. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരാ അത് വേറെ ആരെയും കിട്ടിയിട്ടില്ലേ നമ്മൾ എന്ത് ചെയ്യും, അവരെടുക്കാനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷെ എന്താണ്, ബൈ ഡിഫോൾട്ട് എന്തായിരിക്കും, വേറെ ആരാണ് നമുക്ക് കിട്ടും. അപ്പം ലെഗസി കോഴ്സുകൾ പ്രത്യേകിച്ച് ചോയ്സ് ഒന്നും ഇല്ലെങ്കിൽ അതിലേക്ക് പോകുന്നതാണ് നല്ലത്. അവിടെയും CUET ഈസ് എ വെരി ഗുഡ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ എത്ര പോയിന്റ് ആടാ, 1, 2, 3, 4 പോയിന്റില്ല, ഞാൻ 6 പറഞ്ഞേ. പിന്നെ അടുത്ത നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഏത് കോഴ്സ് +2-ന് ശേഷം ചൂസ് ചെയ്താലും നിങ്ങൾക്ക് ജോലി കിട്ടാൻ പോകും ഒരു 4-5 വർഷത്തിന് ശേഷമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ 2 പോയിന്റ് എനിക്ക് പറയാനുണ്ട്. ഒന്നാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഉള്ള ഈ ന്യൂ ഏജ് കോഴ്സസിനെ കുറിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ
അത്യാവശ്യം കുറച്ച് നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങൾ റിസർച്ച് നടത്തിയേ പറ്റുള്ളൂ. ഞാൻ പ്രധാനമായിട്ടും 4 പോയിന്റാണ് അവിടെ പറയാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കണം, 4-5 വർഷം കഴിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞിട്ട് ഏറ്റവും മിനിമം നിങ്ങൾക്ക് ജോബ് മാർക്കറ്റിലേക്ക് നിങ്ങൾ പോവാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ പഠിക്കുന്ന കോഴ്സിന് സ്കോപ്പ് ആ സമയത്ത് ഉണ്ടാവുമോ എന്നുള്ളത് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കേസാണ്. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ എയർപോർട്ട് മാനേജ്മെൻറ്റിൻ്റെ ഒരു കോഴ്സ് ഉണ്ട്, അയാട്ട എന്ന് പറഞ്ഞ്. ഒരു സമയത്ത് ഭയങ്കര ഹിറ്റായിരുന്നു, എൻ്റെ ഫ്രണ്ടൊക്കെ പോയിട്ട് നല്ല നിലയിലെത്തിയിട്ടുണ്ട്. പക്ഷേ അയാട്ടയിൽ നിന്നുള്ള ജോലി സാധ്യത ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. ഇപ്പം ഞാനൊക്കെ ഇപ്പം അത്യാവശ്യം നന്നായിട്ട് ഫ്ലൈ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ ഞാൻ ആകെ ആ സെക്യൂരിറ്റീസിനെ മാത്രമേ കാണാറുള്ളൂ, അതായത് ഇന്ത്യൻ സെക്യൂരിറ്റീസിനെ മാത്രമേ. ബാക്കിയൊക്കെ എന്താണ്, ഓട്ടോമേറ്റഡ്, കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അപ്പോൾ ഒരു 4 വർഷം കൂടെ കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് കൂടും. ഈ ജോലിയുടെ ഇങ്ങനെ കുറഞ്ഞു വരും. ഇങ്ങനെ ഒരു ചിന്ത നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഒന്നാമത്തെ കേസ്. അതേ സ്ഥാനത്ത് ഇപ്പോൾ ഡാറ്റാ സയൻസ്, എല്ലാ സ്ഥലത്തും ഡാറ്റയുടെ ഇമ്പോർട്ടൻസ് ഇങ്ങനെ. ഇപ്പോൾ എജുപോർട്ടിൽ തന്നെ ഒരു 1.5 വർഷമായിട്ടുള്ളൂ നമ്മൾ ഡാറ്റാ സയൻസിൻ്റെ ഫസ്റ്റ് ആൾ എടുത്തിട്ട്. പക്ഷേ ഇപ്പോൾ ആ ഒരു ടീമിൽ 5-6 ആൾക്കാരുണ്ട്. കാരണം നമുക്കത് അത്രയും വാല്യുബിൾ ആണെന്നുള്ളതാണ്. അപ്പം ഡാറ്റാ സയൻസ് പോകണമെന്നോ അയാട്ട പോരുതോ എന്നില്ല. ഈ ഒരു രീതിയിലുള്ള ചിന്ത, സ്കോപ്പിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. ഒരു 4 വർഷം കഴിഞ്ഞാൽ ഇത് കിട്ടുമെന്നുള്ളത്. രണ്ടാമത്തത്, നിങ്ങൾ ആ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പ്ലേസ്മെൻറ്റ് റെക്കോർഡ് വെരിഫൈ ചെയ്യാൻ പറയണം. ഇപ്പോൾ ഓക്കെ, ഞങ്ങൾ കഴിഞ്ഞ തവണ 10 ആൾക്കാരെ പ്ലേസ്മെൻറ്റ് ഇട്ടിട്ടുണ്ട് എന്നാൽ 2-3 ആൾക്കാരെ നമ്പർ തരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരുന്നില്ലെങ്കിൽ നിങ്ങൾ അവിടെ ജോയിൻ ചെയ്യാത്തതാണ് നല്ലത്. കാരണം എന്തായിരിക്കും, ചിലപ്പോൾ പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന വല്ല ഇൻറ്റേൺഷിപ്പ് ആയിരിക്കും, ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതെന്ത് ചെയ്യില്ല, നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പ്ലേസ്മെൻറ്റ് റെക്കോർഡ് നോക്കുക. പിന്നെ അടുത്തത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് അവിടെ പഠിക്കുന്ന അല്ലെ പഠിച്ചു കഴിഞ്ഞ കുട്ടികളുടെ റിവ്യൂ എന്ന് പറയുന്നത്. ഇതും നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റണം, അവർ തരുന്ന നമ്പർ നിങ്ങൾക്കറിയാലോ, അത് ജെനുവിൻ റിവ്യൂസ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. കാരണം ഞാനിപ്പം വർക്ക് ചെയ്യുന്ന ഹൈലൈറ്റിലേക്ക് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ എന്നെ കണ്ടാലൊക്കെ ചില കുട്ടികളൊക്കെ ഓടി വരും, ഏത് കോഴ്സിനാണ്, ABC ഇന്ന കോഴ്സിനാണ്, എങ്ങനെയുണ്ട് സാർ, അബദ്ധമാണ്, അപ്പം ഞാനിവിടെ പെട്ടുപോയതാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് സീനിയേഴ്സൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഓൾറെഡി പെട്ടതാണ്. ആ സാധനം ഉണ്ടല്ലോ, അതായത് കഴിഞ്ഞ വർഷം ഇതേ കോഴ്സ് എടുത്തിട്ട് മര്യാദയ്ക്ക് ക്ലാസ് കൊടുക്കാത്ത, പ്രോപ്പറായിട്ട് എന്താണ് നല്ല ടീച്ചേഴ്സ് വരാത്ത സ്ഥാപനങ്ങളിലേക്ക് എന്ത് ചെയ്യരുത്, നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ആഡ് കണ്ടിട്ട് അവരുടെ വാക്ക് മാത്രം വിശ്വസിച്ച് നിങ്ങൾ പോരുത്. അവിടെയുള്ള കുട്ടികളുടെ റിവ്യൂ എടുക്കുക. ആൻഡ് ലാസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ കേസിലും ബിവെയർ ഓഫ് ഔട്ട്ലയേഴ്സ്. എന്താ ഈ ഔട്ട്ലയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഇങ്ങനെ ഒരു സാധനം ഇല്ലടാ. ഇപ്പം ഞാനിപ്പോൾ പറയാറുണ്ട്, എന്ത് NITയിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും, അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല. പക്ഷെ ആ അത്ഭുതങ്ങളും സംഭവിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ, ചിലപ്പോൾ അവിടെ പഠിച്ച 3-4 കുട്ടികൾ NITയിൽ നല്ല റാങ്കിൽ വന്നിട്ട് അവിടുന്ന് ആകെ ഫുള്ള് വഴിതെറ്റിപ്പോയിട്ട് പാസ്സാവാത്ത, NIT കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാത്ത ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ട്. അപ്പം ആ 4 ആൾക്കാരെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, NIT പഠിക്കുന്ന ആർക്കും ജോലി കിട്ടിയില്ല എന്ന് പറയാൻ പറ്റില്ല. അതേപോലത്തെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട് കേട്ടോ. അതായത് ഏതെങ്കിലും ഒരു ലോക്കൽ കോഴ്സ് പഠിച്ചിട്ട് ഒരു ചങ്ങായി അവൻ്റെ സ്കില്ല് കാരണം മാത്രം നല്ല ജോലിയിൽ എത്തിയിട്ടുണ്ടോ. അപ്പോൾ അതെന്താണ്, അതൊരു ഔട്ട്ലെയർ ആണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഔട്ട്ലെയർ ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾക്ക് കിട്ടും ബാക്കിയുള്ള ഒരു അവസ്ഥ എന്താണെന്ന്. അപ്പം NITയിൽ ബൈ ഡിഫോൾട്ട് ജനറലി ആവറേജ് എല്ലാവർക്കും നല്ല ജോലി കിട്ടും. ആർക്കേ ജോലി കിട്ടിയില്ലെങ്കിൽ അവരൊരു ഔട്ട്ലെയർ ആണ്. ഇതേപോലെ ബാക്കി കേസിലും നല്ല ജോലി കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ന്യൂജൻ കോഴ്സുകൾ തിരഞ്ഞെടുക്കുക. 4-5 വർഷം ഉള്ളതുകൊണ്ട് പറയാണ്. ഇനി രണ്ടാമത്തെ ഒരു കേസ് എന്താ വെച്ചാൽ പൈലറ്റ്. ഇതെന്തായത്, അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ, നമ്മളെ ബേസിൽ ജോസഫ് ഇല്ലടാ, നമ്മളെ സിനിമാ നടനും ഡയറക്ടറൊക്കെ ആയിട്ടുള്ള ബേസിൽ ജോസഫ് BTech ആയിരുന്നു. അതും എന്താ, NITയുടെ കേരളത്തിലെ ഒരു സെക്കൻഡ് ബെസ്റ്റ് കോളേജ് ആയിട്ടുള്ള CETയിലാണ്. എൻ്റെ ഓർമ്മ ശരിയാണ്, എൻ്റെ സെയിം ബാച്ചാണ്, 2012 പാസ് ഔട്ടാണ്. കാരണം എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ പറയാറുണ്ടായിരുന്നു ഇതിനെക്കുറിച്ചൊക്കെ. പക്ഷേ ഒരു വർഷം ജൂനിയർ സീനിയർ എനിക്കറിയില്ല. അപ്പം അതേപോലെ നിവിൻ പോളി BTech ആയിരുന്നു. അപ്പം ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഈ 4-5 വർഷം കൊണ്ട് ഈ പൈലറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എടുത്ത കോഴ്സ് മോശം, എടുത്ത കോളേജ് മോശം, അങ്ങനെ എന്താണെങ്കിലും നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മേഖലയെക്കുറിച്ച് നിങ്ങൾ പഠിക്കുക, എന്നിട്ട് അതിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. അതായത് BCom പഠിച്ചിട്ട് കോഡറായ ആൾക്കാരെ എനിക്കറിയാം, BTech പഠിച്ചിട്ട് സിനിമാ നടനും ഡയറക്ടറായ ആൾക്കാരെ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന, അതേപോലെ തന്നെ BTech പഠിച്ചിട്ട് എന്താ പറയുക, വീഡിയോ എഡിറ്റിങ്, ക്യാമറ, അങ്ങനെ ഒരുപാട് മേഖലയിലേക്ക് പോയ ആൾക്കാരുണ്ട്. അതായത് ഈ 4-5 വർഷം എന്നുള്ള ചെറിയ സമയമല്ല. നിങ്ങളുടെ സ്കില്ല് നിങ്ങൾക്ക് തോന്നണം ഇന്നൊരു മേഖലയിലാണ് എന്ന് തോന്നിയിട്ട് അവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് ഫോക്കസ് ചെയ്ത് ട്രെയിൻ ചെയ്ത് അപ്സ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്യും. നോ മാറ്റർ നിങ്ങൾ ഏത് കോഴ്സ് ഏത് കോളേജിൽ നിന്ന് എടുത്താലും. അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ള ത്രൂ ഔട്ട് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആകെ നിരാശരായിരിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഞാൻ പറയുന്നടാ, അത് ഒഴിവാക്കികളാ, കോഴ്സ് നീ എന്ത് ചെയ്ത പേരിന് പഠിച്ചു, പക്ഷെ എന്ത് സ്വന്തമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇഷ്ടം കണ്ടെത്തി അതിൽ റിസർച്ച് നടത്തി ചെയ്യുന്നുള്ളത്. ഡാറ്റാ സയൻസ് നിങ്ങൾ BComോ BA ഹിസ്റ്ററി ആണെങ്കിലും ഡാറ്റാ സയൻസിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, അതിൽ നന്നായി പഠിച്ച് ഏതെങ്കിലും ഒരു സർട്ടിഫിക്കേഷനൊക്കെ എടുത്തു കഴിഞ്ഞാൽ എജുപോർട്ടിൽ തന്നെ എന്ത് ചെയ്യും. ഞങ്ങൾക്ക് തന്നെ, എനിക്കൊക്കെ
ഒരു ഇഷ്ടമാണ് അങ്ങനത്തെ സാറേ ഞാൻ ബികോമാണ് പഠിച്ചത്, പക്ഷേ എനിക്കെന്താണ് ഞാൻ പ്രോഗ്രാമിങ്ങിനെ പഠിച്ച് നല്ല കോഡറായിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ എഡ്യൂപോർട്ടിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് എപ്പോഴും എന്താണ് ഒരു പ്രിഫറൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ യു ഹാവ് അനദർ 4 years. ഇപ്പോൾ എടുത്ത ഡിസിഷൻ അത് ശരിയായിട്ടില്ലെങ്കിലും എന്താണ് നിങ്ങൾക്ക് ചിലപ്പോൾ തിരിച്ചു വരാൻ പറ്റൂലായിരിക്കും, പക്ഷേ നിങ്ങളുടെ പാത്ത് പൈലറ്റ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വേറെ മേഖലയിലേക്ക് പോകാൻ പറ്റും എന്നുള്ളത് എപ്പോഴും മനസ്സിലാക്കുക. അതുകൊണ്ട് വല്ലാതെ ഒന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ആൻഡ് ലാസ്റ്റ് ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങൾ എവിടെ പോയാലും ഏത് കോഴ്സ് എടുത്താലും ഏത് മേഖലയിൽ പോയാലും അതിലെ ടോപ്പ് 10% നിങ്ങൾ വരികയാണെങ്കിൽ ഒരു സംശയം വേണ്ട, നിങ്ങൾക്ക് നല്ല ജോലി കിട്ടും, നല്ല കരിയർ കിട്ടും, പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പഠിച്ചിറങ്ങുമ്പോൾ BSc കെമിസ്ട്രി ആണെങ്കിൽ BSc കെമിസ്ട്രി നന്നായിട്ട് അറിയുന്ന ഒരാളായിട്ട് നിങ്ങൾ പഠിച്ചിറങ്ങുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആസ് എ ക്യാരക്ടർ തന്നെ ബെറ്റർ ആയിട്ടുണ്ടാവും. ആൻഡ് ഇത് നേരെ ഗോ ബാക്ക് ചെയ്യുന്നത് ഇപ്പം മുതൽ എന്ത് ചെയ്യാണ്, +2 നല്ല മാർക്ക് വാങ്ങണം എന്നുള്ളതാണ്. ഇപ്പം മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങി നോക്കണം. നല്ല കരിയർ, നല്ല ലൈഫിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. ത്രൂട്ട് ഈ ജേണിയിൽ ഞങ്ങൾ കൂടെ ഉണ്ടാവും. എഡ്യൂപോർട്ടിൻ്റെ ബാച്ചിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മളെന്താ നല്ല ബൂസ്റ്റർ ബാച്ചൊക്കെ 9526998855 ഇതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഷെയറും വാട്സപ്പ് സ്റ്റാറ്റസൊക്കെ വെക്കുക. അതേപോലെ തന്നെ ഈ വീഡിയോയുടെ ഈ മെത്തേഡിനെ കുറിച്ചുള്ള നിങ്ങളെ കമൻറ്റും പറയാം. ഞാൻ ഉടനെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ.